മൂട് ഏത് മൂട് പൂക്കള മൂട് ഏത് മൂട് മുണ്ട് മൂട് ഏത് മൂട് സാരി മൂട് ഏത് മൂട് സദ്യ മൂട് ഏത് മൂട് പായസ മൂട് ഏത് മൂട് പപ്പടം മൂട് ഏത് മൂട് ഓണം മൂട് ഏത് മൂട് അത്തം മൂട് ഏത് മൂട്. ഇപ്പോൾ മലയാളി അസോസിയേഷൻ ഓഫ് ഗ്രേറ്റർ ഹ്യൂസ്റ്റൺ മാഗ് എന്ന് ഞാൻ ആദ്യം സൂചിപ്പിച്ചല്ലോ. മാഗിന്റെ പരിപാടികൾ, ഓണപരിപാടികൾ ഇന്ന് രാവിലെ ആരംഭിച്ചതാണ്. ഏതാണ്ട് 10:30 മണിയോടുകൂടി മാവേലി തമ്പുരാൻ ഇവിടെ നിന്ന് കൊട്ടും കുരവയുമായിട്ട്, താലപ്പൊലി കൊട്ടും കുരവയുമായിട്ട് എഴുന്നള്ളി മലയാളികളെല്ലാം ഇവിടെ തടിച്ചുകൂടിയ മലയാളികളെല്ലാം അദ്ദേഹത്തെ വളരെ ആദരവോടെ സ്വീകരിച്ചു. അദ്ദേഹത്തിന്റെ സന്ദേശം വളരെയധികം ഹൃദ്യമായിരുന്നു. അതിനെല്ലാം അപ്പുറം സുഖമായ ഭക്ഷണം എല്ലാം കഴിഞ്ഞ് മലയാളികൾ അധികം താമസിയാതെ ഓരോന്നായി പിരിയുകയാണ്. അപ്പോൾ നമുക്കറിയാം, ഇവിടെ ഈ പാർക്കിംഗ് ലോട്ട് എത്രയധികം കാറുകളാണ് പാർക്ക് ചെയ്തിരിക്കുന്നത്. സെന്റ് ജോസഫ്സ് സീറോ മലബാർ ചർച്ച്, ഇവിടുത്തെ വളരെ അധികം മലയാളികൾ ഉള്ള, വിശ്വാസികൾ ഉള്ള ഒരു നല്ല ഒരു ചർച്ചാണിത്. അപ്പോൾ ഈ ചർച്ചിന് വളരെയധികം പ്രസിദ്ധമായ, വളരെയധികം ആൾക്കാരെ ഉൾക്കൊള്ളാൻ പറ്റിയ ഒരു ഹാളുണ്ട്. എല്ലാവർക്കും, ആവശ്യക്കാർക്കെല്ലാം ഇത് സൗകര്യം മാതിരി റെന്റിനും കൊടുക്കാറുണ്ട്. ഇതൊരു വളരെ നല്ല ഒരു കാര്യമാണ്. ഏതാണെങ്കിലും ഞാൻ ഈ സമീപവാസിയാണ്. ഈ പള്ളിയാണ് എൻ്റെ മലയാള ഇടവക സത്യത്തിൽ. അപ്പോൾ ഞാൻ ഇതിലെല്ലാം അഭിമാനം കൊള്ളുന്നു. ഇവിടുത്തെ മലയാളികളുടെ ഒരു പാർട്ടാകാൻ പറ്റിയതിൽ, ഓണാഘോഷത്തിൽ പങ്കെടുക്കാൻ പറ്റിയതിൽ ഞാൻ വളരെയധികം സന്തോഷവാനാണ്. ഈ അവസരത്തിൽ ഒരിക്കൽ കൂടെ വളരെ വിനീതമായിട്ട് ഓണാഘോഷങ്ങൾ നേർന്നുകൊണ്ട് ഗ്രേറ്റർ ഹ്യൂസ്റ്റണിലെ സെന്റ് ജോസഫ് മലയാളം പള്ളിയുടെ പാർക്കിംഗ് ലോട്ട് അങ്കണത്തിൽ നിന്ന് നമസ്കാരം. AC ജോർജ്. താങ്ക് യു സർ.
ആദ്യമായിട്ട് ലോകമെമ്പാടുമുള്ള പ്രിയപ്പെട്ട മലയാളി സുഹൃത്തുക്കൾക്ക് ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. ഞാനിപ്പോൾ നിൽക്കുന്നത് ഗ്രേറ്റർ ഹ്യൂസ്റ്റൺ മലയാളി അസോസിയേഷൻ ഓണം ആഘോഷിക്കുന്ന ഓഡിറ്റോറിയത്തിന് സമീപമുള്ള പാർക്കിംഗ് ലോട്ടിലാണ്. ഇപ്പോൾ വളരെ ഗംഭീരമായിട്ട് കേരള തനിമയിൽ ഇവിടെ മലയാളി അസോസിയേഷൻ ഓഫ് ഗ്രേറ്റർ ഹ്യൂസ്റ്റൺ മാഗ് എന്ന ചുരുക്കപ്പേരിൽ അറിയപ്പെടുന്ന സമാജത്തിന്റെ അസോസിയേഷന്റെ ഓണം സത്യത്തിൽ വളരെ കേരള തനിമയിൽ തന്നെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ അവസരത്തിൽ ഓണത്തിന്റെ വിഭവസമൃദ്ധമായ കേരളീയ സദ്യയൊക്കെ കഴിച്ച ശേഷം ഒന്ന് വെളിയിലേക്ക് വന്നതാണ്. എനിക്ക് പ്രത്യേകമായിട്ട് പറയാനുള്ളത് ഗ്രേറ്റർ ഹ്യൂസ്റ്റൺ എന്ന് പറയുന്നത് ഒരുപക്ഷെ അമേരിക്കയിലെ 4ാമത്തെ വലിയ സിറ്റി, എന്നാൽ മലയാളികളുടെ എണ്ണത്തില് 3ാമത്തെ സിറ്റി എന്ന് പറയാം. ന്യൂയോർക്ക് സിറ്റി, ചിക്കാഗോ, അതിനുശേഷം ഇവിടെ ഗ്രേറ്റർ ഹ്യൂസ്റ്റൺ എന്ന പ്രദേശം. അപ്പോ ഇവിടെ സീറോ മലബാർ കത്തോലിക്ക പള്ളിയുടെ അങ്കണത്തില് ഈ സെന്റ് ജോസഫ്സ് ഹാളിലാണ് ഇന്നത്തെ ഓണം ഇവിടെ കൊണ്ടാടുന്നത്. അപ്പോൾ ഈ പള്ളി അങ്കണത്തിന്റെ ചുറ്റുവട്ടത്തിലാണ്, ഈ പാർക്കിംഗ് ലോട്ടിലാണ് ഞങ്ങളിവിടെ നിൽക്കുന്നത്. ഈ വീഡിയോ ഇപ്പോൾ റെക്കോർഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. വളരെ അധികം ആവേശത്തിമർപ്പോട് കൂടിയാണ് കേരളീയ വസ്ത്രധാരികളായ വ്യക്തികൾ ഈ നാടിന്റെ നാനാഭാഗത്ത് നിന്ന്, ഇതൊരു വലിയ വിസ്താരമേറിയ ഒരു വലിയ നഗരമാണ് എന്ന് എല്ലാവർക്കും ഒക്കെ അറിയാമല്ലോ. ടെക്സസ് സ്റ്റേറ്റിന്റെ ഓയിൽ ക്യാപിറ്റൽ എന്ന് പറയുന്ന ഈ പ്രദേശം വളരെ പ്രകൃതി രമണീയമായ സസ്യശ്യാമള സുന്ദരമായ ഒരു പ്രദേശം എന്ന് വേണം പറയാനായിട്ട്. അതുകൊണ്ട് ആയിരിക്കണം മലയാളികൾ ഈ ഭാഗത്തേക്ക് കുടിയേറാനുണ്ടായ ഒരു കാരണം. അതിനെല്ലാം അപ്പുറം ഇവിടെ ഇപ്പൊ ഓണം ആഘോഷിക്കുന്ന ഈ സന്ദർഭത്തില് നമ്മുടെ മലയാളികൾ പ്രത്യേകിച്ച് കേരള തനിമയുള്ള കേരളീയമായ ഒരു കാലാവസ്ഥ ഉള്ളതിനാൽ ഈ മലയാളികളുടെ എല്ലാം ബാക്ക് ഉള്ള കുറച്ച് സ്ഥലം, മിക്കവാറും വീടുകളുടെ എല്ലാം ബാക്കിൽ സ്ഥലമുണ്ട്. ആ ചുറ്റുവട്ടത്തിലെല്ലാം കൃഷി, കേരളത്തിൽ ഇല്ലാത്ത തരത്തിലുള്ള കൃഷികൾ നട്ടുവളർത്താൻ അവര് വ്യാപൃതരാണ്. എല്ലാ തരത്തിലുള്ള കേരളീയ വിഭവങ്ങളും ബെസ്റ്റാണ് കേട്ടോ. ഓക്കെ നമ്മുടെ ബെസ്റ്റ്. ഇപ്പോൾ എനിക്ക് വളരെ സ്നേഹപൂർവ്വം മുത്തം തന്ന എന്റെ ഒരു പ്രിയപ്പെട്ട സുഹൃത്താണ്. ഒരു നല്ലൊരു ഒരു കർഷകനാണ് സത്യത്തില് അദ്ദേഹം. ഇപ്പൊ ഞാൻ ഇവിടത്തെ കാർഷിക വൃത്തിയെ പറ്റിയാണ് ഞാനിപ്പോ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. എനിക്ക് വേണ്ടി ഇവിടെ ഇപ്പോൾ ഈ വീഡിയോ റെക്കോർഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന ശ്രീമാൻ ജോഷി ആന്റണി, അദ്ദേഹം നാട്ടിലെ തൃശൂർ സ്വദേശിയാണ്. അദ്ദേഹം നാട്ടിലെ പൂരങ്ങളുടെ നാടായ തൃശൂർ പൂരം, ഇപ്പോ എനിക്ക് തോന്നുന്ന പൂരങ്ങളുടെ നാടായ തൃശൂർ പൂരത്തിന്റെ ഓണം പ്രത്യേകം വരാൻ പോവുകയാണെന്ന് തോന്നുന്നു. ജോഷി ചാലിശ്ശേരി, അദ്ദേഹം വളരെ കാലമായിട്ട് ഹ്യൂസ്റ്റണിൽ അധിവസിക്കുന്നു. അദ്ദേഹത്തിന് സ്വന്തമായിട്ടുള്ള ഒരു ഒരു യൂട്യൂബ് ചാനൽ കൂടെയുണ്ട്. അദ്ദേഹത്തിന്റെ യൂട്യൂബ് ചാനൽ വളരെയധികം പ്രസിദ്ധമാണ്. അനേകം ശ്രോതാക്കള്, അനേകം കാണികള്, കേൾവിക്കാര് അദ്ദേഹത്തിന് സ്വന്തമായിട്ടുണ്ട്. ഈ ഹ്യൂസ്റ്റണിൽ നടക്കുന്ന സാഹിത്യ, സാമൂഹ്യ, സാംസ്കാരിക പരിപാടികൾ എല്ലാം അദ്ദേഹത്തിന്റെ യൂട്യൂബ് ചാനലിൽ മിക്കവാറും വളരെ തന്മയത്തമായിട്ട് അദ്ദേഹം ചിത്രീകരിക്കാറുണ്ട്. ഈ അവസരത്തിൽ ഒരിക്കൽ കൂടെ വളരെ വിനീതമായിട്ട് ഓണാഘോഷങ്ങൾ നേർന്നുകൊണ്ട് ഗ്രേറ്റർ ഹ്യൂസ്റ്റണിലെ സെന്റ് ജോസഫ് മലയാളം പള്ളിയുടെ പാർക്കിംഗ് ലോട്ട് അങ്കണത്തിൽ നിന്ന് നമസ്കാരം. AC ജോർജ്. താങ്ക് യു സർ.